രാജ്യത്തിന് ഈ ചുമപ്പ് ഭീകരതയ്ക്ക് സ്ഥാനമില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനത്തോടുകൂടി തന്നെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി സമൂഹവുമായി ഇടപഴകി ജീവിക്കാൻ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആയുധം ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരരാകട്ടെ ഇനി കുടുംബനാഥന്മാരായി തന്നെ ജീവിക്കാൻ ഇവിടെ തയ്യാറെടുക്കുകയാണ്. വന്ധീകരണ ശസ്ത്രക്രിയ തിരുത്തി പൊതുജീവിതത്തിലേക്ക് ഇവർ ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ്. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായിരുന്ന ചുമപ്പ് ഭീകരതയ്ക്ക് ഇതിലൂടെ തന്നെ ഒരു അന്ത്യമാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളിൽ അംഗമാകുന്നവർക്ക് വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടെങ്കിൽ പോലും കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന ക്രൂരമായ ഒരു നിബന്ധന നിലവിലുണ്ട്. ഇതനുസരിച്ചുകൊണ്ട് കാട്ടിലെ താൽക്കാലിക താവളങ്ങളിൽ വെച്ച് സംഘടനയിലെ തന്നെ ഡോക്ടർമാരെ ഉപയോഗിച്ച് ഇവർ വന്ധ്യീകരണം നടത്താറാണ് പതിവ് കാഴ്ചയായി കാണുന്നത്. എന്നാൽ ഈ ഒരു കീഴ്വഴക്കമാകട്ടെ അവിടെ കീഴടങ്ങൽ വഴി ലഭിച്ച സ്വാതന്ത്ര്യത്തോടെ മക്കളും കുടുംബവുമായി സമാധാനപരമായ ജീവിതം നയിക്കാൻ ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം 50ഓളം പേർ കമ്മ്യൂണിസ്റ്റ് ഭീകരർ റായ്പൂരിലെയും അതുപോലെ തന്നെ ജഗൽപൂരിലെയും ആശുപത്രികളിൽ വെച്ച് തങ്ങളുടെ ശസ്ത്രക്രിയ തിരുത്തിക്കൊണ്ട് നാസ് ജോത്ന, അതായത് രക്തക്കുഴലുകൾ യോജിപ്പിക്കൽ അത് നടത്തുന്ന ആ ശസ്ത്രക്രിയ അവിടെ പൂർത്തിയാക്കി എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഘടനയുടെ ഭാഗമായതിനു ശേഷം കാട്ടിൽ വെച്ച് നിർബന്ധിത വന്ധീകരണത്തിന് വിധേയരായവരാണ് ഇവരെല്ലാവരും തന്നെ. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നടപടികളെ തുടർന്നുകൊണ്ട് മാവോയിസ്റ്റ് സ്വാധീന മേഖലകൾ ഇല്ലാതാകുന്നതോടുകൂടിയാണ് ഈ ഒരു മാനുഷികമായ മാറ്റം ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത്. ജനുവരിയിൽ കീഴടങ്ങിയ 8 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന മുൻ ഡിവിഷണൽ കമ്മിറ്റി അംഗം താദി ഗാന്ധി എന്ന അറബാകട്ടെ ഈ മാറ്റത്തിന് ഒരു വിധേയനായ അല്ലെങ്കിൽ ഈ മാറ്റത്തിന്റെ മുഖമായി തന്നെ കണക്കാക്കുന്ന വ്യക്തിയാണ്. 2014 തന്നെ കാട്ടിൽ വെച്ച് നിർബന്ധിത ശസ്ത്രക്രിയക്ക് വിധേയനായ ഈ അറബാകട്ടെ കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് സർക്കാരിന്റെ സഹായത്തോടു കൂടി തന്നെ ഈ ഒരു ശസ്ത്രക്രിയ തിരുത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നത്. ഇപ്പോൾ ആകട്ടെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിൽ അസിസ്റ്റന്റ് കോൺസ്റ്റബിളായി തന്നെ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഒരു വധുവിനായുള്ള തിരച്ചിലാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. സംഘടനയിലേക്കുള്ള ഈ ഒരു സ്ത്രീകളുടെയും യുവാക്കളുടെയും അവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണിത്. കാട്ടിൽ ഈ ഒരു തോക്കിൻ മുനയിൽ നടത്തിയിരുന്ന വിവാഹങ്ങൾ വെറും ചടങ്ങുകൾ മാത്രമായിരുന്നുവെന്നും ദമ്പതികളെ ഒരുമിച്ച് താമസിക്കാൻ പോലും ഇവർ അനുവദിച്ചിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ഇവിടെ ചിലർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. 2026 മാർച്ച് 31 തന്നെ ഇന്ത്യയിൽ നിന്ന് ഇടതുപക്ഷ തീവ്രവാദം പൂർണ്ണമായും തന്നെ തുടച്ചു നീക്കുമെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യം വെച്ചത്. എന്നാൽ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് വലിയ രീതിയിലുള്ള അവസാനം അല്ലെങ്കിൽ അതിനൊരു അന്ത്യം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കേന്ദ്രമെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ തന്നെ റെക്കോർഡ് എണ്ണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് കീഴടങ്ങിയത്. ബസന്തർ മേഖലയിൽ മാത്രമായി തന്നെ 1590 പേർ ഇപ്പോൾ ആയുധം വെച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നവരാണ്. കാട്ടിൽ വെച്ച് ഭീകരരുടെ വന്ധീകരണം നടത്തുന്ന ഡോക്ടർമാർ ആയ ചിലർ ഇപ്പോൾ കീഴടങ്ങി സമാധാന പാതയിലേക്ക് എത്തിയതായും തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കീഴടങ്ങുന്നവർക്ക് മെഡിക്കൽ സഹായത്തിന് പുറമേ തന്നെ അവിടെ തൊഴിൽ സുരക്ഷയും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ കൂടുതലായി തന്നെ ശ്രമം നടത്തുന്നതെന്നും അറിയുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.